ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. എന്നെ ആരും ഇത്രയും സ്നേഹിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര സ്നേഹം. എടാ കമല, ചുമ്മാതിരിക്കടാ, നീയും കരഞ്ഞ് എന്നെയും കരയിപ്പിക്കുവാണല്ലോ. അപ്പോൾ ശാലിനി പറയുക, ഞങ്ങളുടെ സന്തോഷമല്ലേ നിങ്ങൾക്ക് ആവശ്യം, അപ്പോൾ പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? കമലൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്നത് കണ്ടുകൊണ്ട് ജയശ്രീയും കരയുവാണ്. കണ്ടോ കമല, നീ കരയുന്നത് കണ്ടോണ്ടല്ലേ ജയശ്രീയും കരയുന്നത് എന്നിങ്ങനെ ശാലിനി പറയുവാണ്. ഇന്ന് നിങ്ങളുടെ ദിവസം ആശാനെ, നിങ്ങളങ്ങനെ മധുര സ്വപ്നങ്ങളൊക്കെ കണ്ടങ്ങനെ പറന്നുയര്, ഞങ്ങളെന്നാ പോവുകയാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയും, നിൽക്കണ്ട, വിട്ടോ, എന്നാൽ ഇനി നിൽക്കണ്ട, നമുക്കങ്ങ് പോയാലോ എന്നും പറഞ്ഞ് കമലൻ ജയശ്രീയും വിളിച്ചോണ്ട് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ കമലനും ജയശ്രീയും പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിഷ്ണു ഇങ്ങനെ വല്ലാത്തൊരു റൊമാൻസ് മൂഡിൽ തന്നെ ശാലിനിയെ ഇങ്ങനെ നോക്കുവാണ്. ശാലിനിയും വിഷ്ണുവിനെ വളരെ സ്നേഹത്തോടെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പുറത്തോട്ട് വന്ന ജയശ്രീയും കമലനും കൂടെ കമലൻ നോക്കുമ്പോൾ ദാണ്ട ഒരു കൊട്ട നിറച്ച് പൂവ്. അയ്യോ, ഇത്രയും പൂവൊക്കെ അധികം വന്നോ, എന്നാലേ ഈ പൂ കൊണ്ടുപോയി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അലങ്കരിക്കാം എന്നും പറഞ്ഞ് കുട്ടയും എടുത്തുകൊണ്ട് കമലൻ അങ്ങോട്ട് 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ അയ്യോ അല്ലെങ്കിൽ വേണ്ട, അത് ശരിയാവില്ല എന്നും പറഞ്ഞാൽ പൂവായിട്ട് തിരിച്ചു വരുവാണ്. ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവരെന്ത് വിചാരിക്കും, സ്വർഗത്തിലെ കട്ടുറുമ്പാകണ്ട. എന്നിട്ട് കമലന് ഒരു റൊമാൻസ് തന്നെയാണ് ജയശ്രീയോട് ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ഇവിടെ വേറെ വല്ല മുറി വല്ലതും ഉണ്ടോ? കമലൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ട് ജയശ്രീ ചോദിക്കുക, അതെന്തിനാ? അല്ല, ഒരു ശാന്തി മുഹൂർത്തത്തിനും കൂടെ ഈ പൂവൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാനാ എന്നൊരു ആക്കിപ്പറച്ചിലോടാണ് പറയുന്നത്. കമലൻ ഇത് എന്തിൻ്റെ പുറപ്പാടാണെന്ന് ശരിക്കും ജയശ്രീക്ക് മനസ്സിലായി. ജയശ്രീ പെട്ടെന്ന് പറയും, മോനെ പൊയ്ക്കോ, പുറത്തോട്ടങ്ങോട്ട് പൊയ്ക്കോ. അപ്പോൾ നിൽക്കണ്ട, എങ്കിൽ പിന്നെ പോയേക്കാം അല്ലേ, ഈ പൂവിനി എന്തോ ചെയ്യും? അല്ലെങ്കിലേ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, ആ ഓട്ടോ എങ്കിലും അങ്ങ് അലങ്കരിക്കാം. എന്നിട്ട് കമലൻ ജയശ്രീയോട് ചോദിക്കുന്നു, എന്താ താൻ ഇറങ്ങുന്നില്ലേ? ഞാനും ഇറങ്ങും, എന്നാൽ വാ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങാം. വെട്ടമൊക്കെ നല്ല കുറവാണല്ലോ, റോഡിലും ഓട്ടോയിലും നല്ല വെട്ടമില്ലല്ലോ എന്നൊക്കെ കമലൻ പറയുമ്പോൾ ജയശ്രീ പറയാം, സ്ട്രീറ്റ് ലൈറ്റൊക്കെ അവിടെ കത്തുന്നുണ്ട്, നല്ല വെളിച്ചമുണ്ട്, മോൻ എളുപ്പമാണ്, വെളിച്ചം നോക്കി അങ്ങ് പൊയ്ക്കോ. വിഷ്ണുവും ശാലിനിയും കൂടെ അങ്ങനെ കട്ടിലിരിക്കുവാണ്. വിഷ്ണു പറയാ, അവൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്, അവൻ എന്നെ അത്രയ്ക്ക് ജീവനാ, അവൻ എന്നെയും കൂടെ കരയിപ്പിച്ചല്ലോ. വിഷ്ണുവേട്ടനെ അവൻ അവൻ്റെ സ്വന്തം ജ്യേഷ്ഠനായിട്ട് തന്നെ കണ്ടിരിക്കുന്നു. അവൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാണ് നമ്മളെ 2 പേര്. വിഷ്ണുവേട്ടൻ അവനെ തള്ളി പറഞ്ഞാൽ മതി, അവൻ്റെ മുന്നിൽ പിന്നെ അവനൊരു ജീവിതം പോലും കാണില്ല. അവൻ പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോലും മടിക്കില്ല. അതിനവൻ എൻ്റെ ചങ്കല്ലേ ശാലിനി, എൻ്റെ മനസ്സ് നന്നായിട്ട് വായിച്ചറിയുന്നവനാണ് അവൻ. എൻ്റെ മുഖം ഒന്ന് കറുത്താൽ അവൻ സഹിക്കില്ല, അതെന്താണെന്ന് അവൻ തന്നെ ഉടനെ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ ചങ്കിനെ തന്നെ മതിയല്ലോ, അപ്പം ഞാനോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുവാണ്. അത് നീ എൻ്റെ ജീവൻ്റെ പാതിയല്ലേ എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനെ ചേർത്തങ്ങ് പിടിക്കുവാണ്. കമലനെയും ജയശ്രീയും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മണിയറയും ആ പൂവലങ്കാരവും ഒക്കെ വിഷ്ണു ഇങ്ങനെ നോക്കിയിട്ട് പറയാം, ആ പെങ്കൊച്ചും അവനും കൂടെ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഇതൊക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതിയോ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് വല്ലാത്ത റൊമാൻസിൽ തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ശാലിനി വീണ്ടും അങ്ങ് അടങ്കം കെട്ടിപ്പിടിക്കുവാണ്. ശാലിനി പറയാ, ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ പഴയ ദിവസങ്ങളാണ്. അങ്ങനെ വിഷ്ണുവും ശാലിയും ആ പഴയ അവരുടെ റൊമാൻസ്, അവരുടെ പ്രണയത്തിലിരുന്ന് കല്യാണം വരെയുള്ള ഓരോ കാര്യങ്ങളും 2 പേരും ഇങ്ങനെ ഓർത്തെടുക്കുവാണ്. വിഷ്ണു വീണ്ടും റൊമാൻസ് മോഡിൽ തന്നെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്കിനി കിടക്കണ്ടേ എന്നും പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിഷ്ണു കട്ടിലോട്ട് മറിയുവാണ്. വിഷ്ണുവും ശാലിനിയും കൂടെ പുതിയ വീട്ടിൽ അങ്ങനെ അന്തി ഉറങ്ങിയതൊന്നും നമ്മുടെ സത്യാമ്മ അറിഞ്ഞിട്ടില്ല. സത്യാമ്മ പതിവ് പോലെ രാവിലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. സത്യാമ്മ അങ്ങനെ പുതിയ പലഹാരങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും അങ്ങനെ പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കൂടെ സഹായത്തിന് പൊന്നിയുമുണ്ട്. ഇന്നെന്താ സത്യാമ്മ ഇലയുടെയും കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പൊന്നി ചോദിക്കുമ്പോൾ സത്യാമ്മ പറയുന്നത്, നമ്മൾ എത്രയൊക്കെ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ലല്ലോ. ഈ ആവിയിൽ പുഴുങ്ങിയ പലഹാരമാകുമ്പോൾ എല്ലാവരും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ ഓർഡറും കിട്ടിയേക്കും. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇത്രയധികം വില കൂടിയ സാഹചര്യത്തിൽ നമ്മളിതൊക്കെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തതുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാഘവേട്ടൻ നല്ലതുപോലെ ഒരുങ്ങി അങ്ങോട്ട് വരുവാണ്. സത്യാമ്മ ചോദിക്കുന്നു, അല്ല നല്ലതുപോലെ ഒരുങ്ങിയത് എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല എന്നും പറഞ്ഞ് രാഘവേട്ടൻ അവിടെ ഇരിക്കുവാണ്. സത്യാമ്മയ്ക്ക് മനസ്സിലായി രാഘവേട്ടൻ ഇത് ഹോസ്പിറ്റലിൽ പോകാനോ മറ്റോ ആണ് ഒരുങ്ങി ഇങ്ങനെ വന്നിരിക്കുന്നത്. തന്നോട് കള്ളം പറയുകയാണ്. സത്യാമ്മ ചോദിക്കുന്നു, ഹോസ്പിറ്റലിൽ പോകാനാണോ രാഘവേട്ട ഒരുങ്ങിയത് എന്നിങ്ങനെ സത്യാമ്മ ചോദിക്കുമ്പോൾ അതേ ഫാമേ എന്ന് രാഘവേട്ടനും പറയുവാണ്. ഇങ്ങനെ ഒരവസ്ഥയിൽ അവരവിടെ കിടക്കുമ്പോൾ അവരെ ഒന്ന് പോയി കാണണ്ടേ? എന്തായാലും രോഹിത്തിനെ നമ്മൾ മോനെ പോലല്ലേ നോക്കിയത് എന്നൊക്കെ രോഹിത്തിനെ കുറിച്ച് പറയുന്നുണ്ട് രാഘവേട്ടൻ. സത്യാമ്മയ്ക്ക് അത് കേട്ടിട്ട് ദേഷ്യം വരിക. കൂടുതലൊന്നും അവനെക്കുറിച്ച് എന്നോട് പറയണ്ട, നമ്മളെ ഈ അവസ്ഥയിലാക്കിയത് അവൻ തന്നല്ലേ. പത്മാവതി എന്നെ ഏൽപ്പിച്ചിട്ട് മകനെ പോലെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മകനായിട്ട് തന്നെയാണ് അവനെ നോക്കിയത്.
ഈ സുസ്മിതയും ഉപേന്ദ്രനും ഒക്കെ എന്നു മുതലാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയത്? ഞാനല്ലേ അതുവരെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്? എന്നിട്ട് അവൻ തിരിച്ച് നമ്മളോട് എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മയ്ക്ക് ദേഷ്യം വരുവാണ്. ഭാമേ, അവനൊരു തെറ്റുപറ്റി, അതിനെല്ലാം ചേർത്ത് അവൻ നിന്റെ കാൽക്കൽ വന്ന് വീണില്ലേ? ആ സ്വത്തുക്കളെല്ലാം തിരിച്ച് നമ്മളുടെ പേരിൽ തന്നെ അവൻ എഴുതി തരികയും ചെയ്തില്ലേ? എന്നിട്ട് അവൻ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവനെ ഒന്ന് പോയി കാണണ്ടേ? ഒന്നുമില്ലെങ്കിലും വെറുക്കാതെങ്കിലും ഒന്ന് ഇരുന്നുകൂടെ ഭാമേ? കർക്കശക്കാരനായ അച്ഛൻ്റെ മുന്നിൽ മക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അമ്മയല്ലേ? നീ ഈ വാശിയൊക്കെ ഒന്ന് മാറ്റിപ്പിടി. നീ ഇപ്പോൾ എതിര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പോകും. ഒന്നുമില്ലെങ്കിലും നമ്മുടെ പപ്പിമോളെയെങ്കിലും നീ ഒന്ന് ഓർക്ക്. ഇനി നിന്നോടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് രാഘവേട്ടൻ ഇങ്ങനെ പയ്യെ എഴുന്നേറ്റ് പോവുകയാണ്. അത് സത്യാമ്മ ഇങ്ങനെ ഒട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പൊന്നിയോട് പറയുന്നു, പൊന്നി, ഈ പലഹാരങ്ങളൊക്കെ എടുത്ത് പാക്കറ്റിലാക്കി വെക്ക്. ഇതൊക്കെ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ആ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, കടയുടെ പേരും എല്ലാം. ഇതൊക്കെ അവിടെ മാറി നിന്ന് നമ്മുടെ രാഘവേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഞാനും കൂടെ രാഘവേട്ടനോടൊന്ന് പോയിട്ട് വരാം എന്നിങ്ങനെ സത്യാമ്മ പറയുമ്പോൾ ആ സംഗതി ഏറ്റ് എന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ രാഘവേട്ടൻ. ഇനി ഒരു പക്ഷേ ഞാനും കൂടെ പോയില്ലെങ്കിലേ ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും പോയി കിടക്കും എന്നൊക്കെ പറയുവാണ് സത്യാമ്മ. അപ്പോൾ രാഘവേട്ടൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയാം, അപ്പം ഞാൻ പറഞ്ഞതിനൊക്കെ പ്രയോജനം ഉണ്ടായി. രാഘവേട്ട അവിടെ നിൽക്കി, ഞാൻ കൂടെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെ ഒരു ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഈ സമയം അനൂപിനെ ഇങ്ങനെ ഗുണ്ടകൾ കസേരയെ കെട്ടിയിട്ടിരിക്കുവാണ്. അബൂബക്കറിൻ്റെ ഗുണ്ടകൾ അനൂപ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി അവൻ്റെ തലവഴി ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അവന്മാർ ചെയ്യുന്ന ആ ക്രൂരത സഹിക്കാൻ വയ്യാതെ അനൂപ് പറയുന്നുണ്ട്, എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഇങ്ങനൊന്നും ചെയ്യാതെ. ഈ സമയം ഹമീദിനെയും കൂട്ടിയിട്ട് അബൂബക്കർ അങ്ങോട്ട് വരികയാണ്. ഹമീദ് കാറിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു പോലീസ് ഓഫീസറായിട്ടല്ല വരുന്നത്, തൻ്റെ സുഹൃത്തായിട്ട് മാത്രമാണ് വരുന്നത്. താനിപ്പോൾ കാണിക്കുന്ന ഒട്ടും ശരിയല്ല, ഒരുമാതിരി മേലാളിത്തമാണ് ഈ കാണിക്കുന്നതൊക്കെ. വെറുതെ ഞാൻ തന്നോടൊപ്പം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, താൻ വേറെ കുഴപ്പത്തിലോട്ടൊന്നും ചെന്ന് ചാടിയേക്കരുത്. അങ്ങനെ അവർ രണ്ടുപേരുടെ അനൂപിനെ കെട്ടിയിട്ടേക്കുന്നിടത്തോട്ട് വരുവാണ്. അബൂബക്കർ അനൂപിനോട് ചോദിക്കുന്നത്, നീ എന്ത് ചെയ്ത് എൻ്റെ മകനെ? ഇടാ, നിങ്ങളൊക്കെ ചോദിച്ചാൽ ഇവൻ പറയില്ല, ഇവനെ ചോദിക്കേണ്ടത് പോലീസ് മുറയിൽ തന്നെ ചോദിക്കണം. ഹമീദ് അനൂപിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ നസീറിനെ ചെയ്തത്? നീ എങ്ങനെ കൊന്നത്? എവിടെ അവനെ കൊന്നുകൊണ്ട് കളഞ്ഞത്? സത്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒന്നും എനിക്കറിയില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ നസീറിനെ കാണാതായെന്ന് പറയുന്ന സമയത്ത് ഞാനിവിടെ ഇല്ല. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഓപ്പറേഷനായിരുന്നു. അപ്പോഴതൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമോ? ഞാൻ പറയുന്നത് വിശ്വസിക്കും, ഞാൻ പറയുന്നത് കള്ളവല്ല. അബൂബക്കർ അനൂപ് പറയുന്ന ഒന്നും വിശ്വസിക്കുന്നില്ല. അവനൊരു തനി ഭ്രാന്തനെ പോലെ നിൽക്കുവാണ്. പറയടാ, നീ എൻ്റെ മോനെ എന്ത് ചെയ്ത്? നീ തന്നെയാടാ എൻ്റെ മോനെ അങ്ങനെ ചെയ്തത്. നിൻ്റെ അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എൻ്റെ മോൻ എതിര് നിൽക്കുന്നു എന്ന് കരുതി നീ കൊന്നതല്ലേടാ എന്നും പറഞ്ഞ് അനൂപിൻ്റെ വയറ്റത്ത് ചവിട്ടുകയും കഴുത്തെ പിടിച്ച് ഞെക്കുകയും ഞെരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അബൂബക്കറിൻ്റെ അടിയും തൊഴിയും കഴുത്ത് പിടിച്ച് ഞെരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അനൂപിന് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ട ഹമീദും ഭയപ്പെടുന്നുണ്ട്. ഹമീദ് വന്ന് അബൂബക്കറെ പിടിച്ച് മാറ്റുവാണ്. ഹമീദ് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ സത്യം പറ, സത്യം പറയാതെ നിനക്ക് വേറെ മാർഗമില്ല. സാറേ, ഞാൻ പറയുന്ന സത്യമാണ്. നിങ്ങൾ എന്നെ ഇനി എത്രയൊക്കെ ഉപദ്രവിച്ചാലും എങ്ങനെയൊക്കെ ചോദിച്ചാലും ഞാൻ അറിയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് എങ്ങനെ പറയും? ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത്. ശരി, നീ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ വിഷ്ണുവിൻ്റെ റോൾ എന്താണ്? നൂർജഹാനെ രക്ഷിച്ച് കൊണ്ടുവരാൻ വേണ്ടി വിഷ്ണു അവിടെ ചെന്നല്ലോ. അപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നാണോ അബദ്ധം പറ്റിയത്? ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു ബാപ്പയാണ് ഈ നിൽക്കുന്നത്. നിനക്കിനി പുറം ലോകം കാണാൻ പറ്റില്ല. എന്താണ് ഉണ്ടായതെന്നൊക്കെ നീ തുറന്ന് പറഞ്ഞേ പറ്റൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളിനി എങ്ങനെയൊക്കെ ചോദിച്ചാലും എനിക്കൊന്നും അറിയില്ലെന്ന്. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് തല്ലിക്കൊല്ല്. ഇതിനേക്കാൾ നല്ലത് അതല്ലേ നിങ്ങൾ എന്നെ ചെയ്യേണ്ടത്? അതേടാ, നിന്നെ കൊല്ലാൻ തന്നെടാ ഞാൻ പോകുന്നത് എന്നും പറഞ്ഞ അബൂബക്കർ വീണ്ടും നെഞ്ചത്ത് ചവിട്ടുവാണ് അനൂപിൻ്റെ. ഹമീദ് വല്ലച്ചായാലും വളരെ കഷ്ടപ്പെട്ട് അബൂബക്കറെ അവിടുന്ന് പിടിച്ചു മാറ്റുവാണ്. ഹമീദ് അബൂബക്കറോട് പറയുന്നു, ഈ അനൂപിൽ നിന്ന് നമുക്കൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. ദേഷ്യത്തോട് അബൂബക്കർ ചോദിക്കുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മകനെ പിന്നെ ഞാൻ എവിടെ പോയി അന്വേഷിക്കും? ഇവനെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഹമീദ് പറയുന്നു, ഇനി ഇവൻ ഇങ്ങോട്ട് വരാത്ത വിധം അങ്ങ് വിരട്ടി വിട്ടേരെ, നമുക്ക് എന്തായാലും അന്വേഷിക്കാവിടും. അനൂപിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ അബൂബക്കർ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഹമീദിൻ്റെ മുന്നിൽ വെച്ച് കൊല്ലാനും പറ്റുന്നില്ല. പക്ഷേ അബൂബക്കറിൻ്റെ ഗുണ്ടകൾ അനൂപിനെ വല്ലാതെ ഉപദ്രവിക്കുകയും തലവഴി വെള്ളം കോരിയൊഴിച്ച് കൊല്ലാക്കല തന്നെയാണ് ചെയ്യുന്നത്. അനൂപ് ആകെ അവശനായി ഇങ്ങനെ കിടക്കുവാണ്.
വിഷ്ണുവും ശാലിനിയുടെ കളക്ട്രേറ്റിലോട്ട് വന്നിട്ടുണ്ട്. വിഷ്ണു ശാലിനി ഇറക്കിയിട്ട് ആ കാറിൻ്റെ ടയറൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ശാലിനി നോക്കുമ്പോൾ പലരും അടക്കി പിടിച്ച് എന്തൊക്കെയോ പറയുന്നു. എന്തൊക്കെയോ ഒരു പ്രത്യേകത അവിടെ നടക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന പലരും അവർ രണ്ടുപേരെ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അതിൽ പലരും പറയുന്നു, അതിനെന്താ ഇത്ര കുഴപ്പം, അവർ ഭാര്യയും ഭർത്താവും അല്ലേ, എന്നാലും ഭാര്യയും ഭർത്താവാണെന്നും പറഞ്ഞ് ഇതൊക്കെ ഓഫീസിൽ വെച്ചാണോ ചെയ്യുന്നത് എന്നൊക്കെ ആളുകളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് അതിലൊരു ഓഫീസർ വന്നിട്ട് പറയുന്നു, ഇത് ശരിയാണോ ഈ കാണിച്ചതൊക്കെ? ഒന്നും മനസ്സിലാകാതെ വിഷ്ണു ചോദിക്കും, എന്താ സാർ, എന്തായാലും ഇതിനൊക്കെ ഒരു ഒളിയും മറയൊക്കെ വേണ്ടേ, ഇതൊക്കെ വീട്ടിലല്ലേ ചെയ്യേണ്ടത്, എന്തായാലും വളരെ മോശമായിപ്പോയി. സാർ എന്താ പറയുന്നത്, എന്ത് മോശമായെന്നാ, എന്നാലും കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ടോ എന്നും പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ വീഡിയോ തന്നെ കാണിക്കുവാണ് വിഷ്ണുവിനെ ശാലിനി ഇങ്ങനെ മുത്തം വെക്കുന്ന ആ സീനാണ് അതിൽ കാണുന്നത്. വിഷ്ണു അത് കണ്ടിട്ടിങ്ങനെ എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും വിഷ്ണുവിനെ തന്നെ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുവാണ്. ഇതൊക്കെ ഇത്രത്തോളം വേണ്ടായിരുന്നു എന്ന് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് ആ ഓഫീസർ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, പക്ഷേ കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ ശാലിനി ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ അനു അങ്ങോട്ട് ചെല്ലുക. അനുവിനോട് ചോദിക്കുന്നു, എന്താ അനു, ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, എല്ലാവരും ഒരു സൈലൻ്റായിട്ട് നിൽക്കുന്നേ? മാഡം, അത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്, അതെല്ലാവരും കണ്ടിട്ടാണ് അവരോരോന്നും സംസാരിക്കുന്നത്. ആ ഒരു വീഡിയോ അനു ശാലിനിയും കാണിക്കുന്നുണ്ട്. ശാലിനി ആ വീഡിയോ കണ്ടങ്ങ് ഷോക്കായിരിക്കുവാണ്. ഈ ചതി ചെയ്തത് നമ്മുടെ ഇവിടെ ഉള്ള ആരോ ആണ് മാഡം എന്നിങ്ങനെ അനു പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നത്, ADM ജോൺ വന്നിട്ടുണ്ടോ? ഇല്ല മാഡം. എന്താ മാഡം, അയാളാണോ ഇത് ചെയ്തത്? ADM ജോൺ അയാളല്ലാതെ വേറെ ആരും ഇത്രയും തരം താഴ്ന്ന പണി ചെയ്യില്ലല്ലോ. ആ സമയം വിഷ്ണു അകത്തോട്ട് വരുവാണ്. ശാലിനി അനുവിനെ നോക്കുമ്പോൾ അനു അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് പറയുന്നുണ്ട്, ഇത് ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം, അവൻ്റെ കൊരവള്ളി വലിച്ച് ഞാൻ പുറത്തോട്ടിടും. വേണ്ട വിഷ്ണുവേട്ട, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലാണ് അവൻ കയറി കളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഒന്നിന് പകരം 10 തന്നെ അത് പുറത്ത് വരികയേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നാണോ ശാലിനി പറയുന്നത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വിഷ്ണു പുറത്തോട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. വിഷ്ണു എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്ന് പേടിച്ച് ശാലിനി വിഷ്ണുവേട്ട എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു തിരിഞ്ഞു പോലും നോക്കാതെ ദേഷിച്ച് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ശ്യാമ രോഹിത്തിനോട് പറയുന്നു, രോഹിത്തെ ഒന്ന് പോയി ചോദിക്ക് ഡിസ്ചാർജ് ആയോന്ന്, നമുക്ക് വീട്ടിൽ പോകാം. എത്ര ദിവസം കൊണ്ട് ഈ ഒരു കിടപ്പ് കിടക്കുക, എനിക്ക് വീട്ടിൽ പോകണം രോഹിത്തെ. ഇടയ്ക്ക് വന്ന് ഡ്രസ്സ് ചെയ്താൽ മാത്രം മതിയല്ലോ, അത് നമുക്ക് ചെയ്യാം. ഞാൻ മടുത്തു രോഹിത്തെ, എനിക്ക് പോകണം വീട്ടിൽ. അത് ശ്യാമെ, താൻ വിചാരിക്കുന്ന പോലൊന്നും പറ്റത്തില്ല. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് ഭേദമായോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അവർ വേണം അതൊക്കെ പറയാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് ഡിസ്ചാർജ് ആകാനുള്ള പേപ്പറൊക്കെ രോഹിത്തിൻ്റെ കൊടുക്കുവാണ്. വേണ്ട, താൻ പറഞ്ഞ പോലുള്ള ആഗ്രഹം നടന്നല്ലോ എന്നിങ്ങനെ രോഹിത്തും പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലോട്ട് ഒരു ഓട്ടോറിക്ഷയിൽ നമ്മുടെ രാഘവേട്ടനും സത്യാമ്മയും വന്നിരിക്കുവാണ്. രാഘവേട്ടൻ അവിടെ നിൽക്കുന്ന അറ്റൻഡറെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഇവിടെ എന്തൊക്കെ ബഹളമൊക്കെ ഉണ്ടായെന്ന് പറയുന്നല്ലോ, സത്യമാണോ? അപ്പോൾ അറ്റൻഡർ പറയുന്നത്, ശരിയാ, വെടിവെപ്പൊക്കെ നടന്ന് ആ വെടിവെച്ചവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മയും അങ്ങ് പേടിച്ച് നിൽക്കുവാണ്. ആ ശരി, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഫാമേ, നമുക്ക് പോയി അവരെ ഒന്ന് കാണാം എന്നും പറഞ്ഞ് സത്യാമ്മയും രാഘവേട്ടനോട് അകത്തോട്ട് ഇങ്ങനെ വരുവാണ്. ഈ സമയം ശ്യാമയും രോഹിത്തോടെ പുറത്തോട്ട് വരുവാണ്, ബില്ലൊക്കെ അടയ്ക്കാമല്ലോ എന്നും പറഞ്ഞ്. ആ സമയത്ത് ശ്യാമയുടെ പ്രസവം നോക്കിയ ധന്യ ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറെ കണ്ടുകൊണ്ട് ശ്യാമ പെട്ടെന്ന് ഡോക്ടറെ എന്ന് വിളിക്കണം. അപ്പോൾ ധന്യ ഡോക്ടർ ശ്യാമയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഞാനിന്ന് ഡിസ്ചാർജ് ആവുക ഡോക്ടറെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്യാമയുടെ അമ്മ ശാരദാമ്മ ഞാൻ കണ്ടിരുന്നു, പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ സമയം കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറും ശ്യാമയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രോഹിത്ത് പറയുന്നു, എന്നാൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുക, ഞാൻ പോയി ബില്ലൊക്കെ ഒന്ന് അടച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് രോഹിത്ത് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ധന്യ ഡോക്ടർ ശ്യാമയോട് ചോദിക്കുന്നു, ഹസ്ബൻഡ് വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ധന്യ ഡോക്ടർ ശ്യാമയോട് ചോദിക്കുകയും സത്യഭാമയും രാഘവേട്ടനും അങ്ങോട്ട് വരികയാണ്. സത്യഭാമ കാണുന്നുണ്ട് ശ്യാമയും ധന്യ ഡോക്ടറും സംസാരിക്കുന്നത്, എന്തോ മുഖ്യമായ കാര്യമാണല്ലോ സംസാരിക്കുന്നത് എന്ന് സത്യാമ്മയ്ക്ക് മനസ്സിലായി. ധന്യ ഡോക്ടറെ അവിടെ കണ്ടതും സത്യാമ്മ അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുവാണ്. ധന്യ ഡോക്ടറെ കണ്ട് സത്യമോളുടെ വിവരങ്ങളെല്ലാം ഇനി അന്വേഷിക്കാമല്ലോ എന്ന പ്രതീക്ഷയോടുകൂടിയാണ് സത്യാമ്മ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യാമ്മയുടെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം യഥാർത്ഥ സത്യം ഇന്ന് മനസ്സിലാകുമെന്ന് തോന്നുന്നു. ധന്യ ഡോക്ടറുള്ള സത്യങ്ങളെല്ലാം സത്യാമ്മയോട് പറയും. സത്യാമ്മ ശാലിനിയോടും സത്യോടും ചെയ്ത ക്രൂരതകളൊക്കെ മനസ്സിലാക്കി ചങ്കുപൊട്ടി കരയുന്ന റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.